ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ മുഖത്തിന് നല്ല ഗ്ലോയിങ് സ്കിന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് വേവിച്ച ചോറാണ്. പിന്നെ തോലെല്ലാം കളഞ്ഞിട്ടുള്ള ഒരു പൊട്ടാറ്റോയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് നമുക്ക് ഇത് അരയ്ക്കാൻ ആവശ്യത്തിന് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാനൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിത് അരച്ചെടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് നമുക്കിനി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് കൈമേലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചെയ്ത് കാണിക്കുന്ന ഭാഗത്തായിട്ട് ഞാനൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതാവുമ്പോൾ നമുക്ക് വ്യത്യാസം വേഗത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൈയിൻ്റെ പുറത്ത് നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. തിന്നായിട്ട് അപ്ലൈ ചെയ്യരുത്, നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് വേഗം ലഭിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് എല്ലായിടത്തും ഞാനിത് തേച്ച് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഭയങ്കര സ്കിന്നിന് നല്ല ഗ്ലോ നൽകുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ വേവിച്ച ചോറും സ്കിന്നിന് നല്ല ഗ്ലോ നൽകും. പിന്നെ കടലമാവിൻ്റെ പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം നൈസായിട്ട് പൊടിച്ച കടലമാവ് ചേർക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന കുറച്ച് തെരുതെരുപ്പായ കടലമാവിൻ്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ തേക്കുമ്പോൾ നമുക്കത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തു മാറ്റുമ്പോൾ നമുക്കത് ജസ്റ്റ് സ്ക്രബ് ചെയ്തിട്ട് എടുത്തു മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം നമുക്ക് മാറുന്നതായിട്ട് കാണാം. ഇപ്പം ഞാനിത് ഈ പാക്ക് കൈമലെല്ലാം നല്ല കൈ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കാം. മുഖത്താണെങ്കിൽ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ കയ്യിലും കാലുമലൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ട് സമയം നോക്കണ്ട, നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ നമുക്കിത് വാഷ് ചെയ്താൽ മതി കേട്ടോ. മുഖത്താകുമ്പോൾ പിന്നെ നമുക്ക് 20 മിനിറ്റിൽ കൂടുതൽ ഒരു ഫേസ് പാക്കും മുഖത്ത് വെക്കുന്നത് നല്ലതല്ല. ഇപ്പോൾ ഇത് കയ്യിമിലത്തെ എൻ്റെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് നന്നായി കഴുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇത് വ്യത്യാസം നന്നായിട്ട് തിരിച്ചറിയുന്നില്ലേ? നല്ല ഒരു ബ്രൈറ്റനിങ് കിട്ടിയിട്ടുണ്ട് കയ്യിന്. പിന്നെ നന്നായിട്ട് വെളുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ഉള്ള കളറിൽ നിന്നും ഒരു പടി മേലേക്ക് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.